കൂട്ടുകാരെ, എന്തിനാണ് വിവാഹം കഴിച്ചത്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് 2 കുടുംബങ്ങളെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമേ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനെയും ഹവ്വായെയും അദൃശ്യനായ ദൈവവും ആയിട്ടൊരു കുടുംബം. രണ്ടാമത് പുതിയ നിയമത്തിൽ യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിക്കുന്ന ഈശോയുമായിട്ട് മറ്റൊരു കുടുംബം. ഇതാ മൂന്നാമത്തെ കുടുംബം, നിന്നെയും നിന്റെ ജീവിത പങ്കാളിയെയും ഉദാശയിലൂടെ ഈശോയും ചേർന്ന മറ്റൊരു കുടുംബം. ഈ 3 കുടുംബത്തിൻ്റെയും കാര്യമെന്താണ്? ഈ 3 കുടുംബവും സാത്താനെ എതിർക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൽ രണ്ടാമത്തെ കുടുംബം മാത്രമേ വിജയിച്ചുള്ളൂ. രണ്ടാമത്തെ കുടുംബം സാത്താനെ തകർത്തു. ആദ്യത്തെ കുടുംബത്തിന് തെറ്റുപറ്റി, ഇപ്പോഴത്തെ കുടുംബവും തെറ്റുപറ്റിക്കൊണ്ടിരിക്കുക. എന്നാൽ തിരിച്ചറിഞ്ഞാൽ മനോഹരമാകും കേട്ടോ. നമുക്ക് തറ പറ്റിക്കാം അവനെ. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കും. നമുക്ക് പലപ്പോഴും ഒരു വിഷമായി, സത്യത്തിൽ മനസ്സിലായിട്ടില്ല എന്തിനാണെന്ന്. സർവ്വലോകത്തെയും തകർക്കുന്ന ആ സർപ്പമെന്ന പിശാച് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് കൊണ്ട് ആദത്തെ സൃഷ്ടിച്ചത് അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ആദത്തിന്റെ ഉള്ളിലായിരുന്നു ഹവ്വ, അല്ലേ? നോക്കുക, അതുപോലെ നിന്റെ ഉള്ളിലായിരുന്നു നിന്റെ ഈ ഹവ്വ. അതോടൊപ്പം തന്നെ ഹവ്വായോട് ഞാൻ പറയുകയാണ്, നിന്റെ ഭർത്താവ്, ആ ഭർത്താവിനോട് പറയുകയാണ്, നിന്റെ മാംസമാണവർ. ഇത് മനസ്സിലാകാൻ കുറച്ചൊക്കെ വൈകി എനിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം, ഈശോയിൽ ചേർന്ന് നിന്ന് മനോഹരമായി മുന്നോട്ട് പോകാനിടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്ലെസ് യു.